അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ TKD എന്ന പേരിൽ നൗഫൽ TKD എന്ന പേരിൽ ഒരു യൂട്യൂബറെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാണ്. നൗഫലിൻ്റെ ഉമ്മയോ അവൻ്റെ ഭാര്യയും സഹോദരിയും ഒക്കെ ചേർന്ന് ചക്കര ഒക്കെ ചേർന്ന് അങ്ങനെയാണ് പേരൊക്കെ പറയുന്നത്. അവർ അങ്ങനെ ചേർന്ന് വ്ളോഗുകൾ ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗറാണ്. ഞാൻ ആ ഫാമിലി വ്ളോഗറെ എതിർത്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അതിലും ഞാൻ ഈ നൗഫലിനെ വ്യക്തിപരമായിട്ട് ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല. മറിച്ച് ഞാൻ ഇപ്പോൾ സങ്കടപൂർവ്വം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നൗഫലിന് ജന്മം നൽകിയത് ഉമ്മ, പക്ഷേ അതിൻ്റെ അടിസ്ഥാന ബേസ് ഉപ്പയാണ്. എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ മുതുകിൽ നിന്ന് ആണ് ആ നൗഫൽ ജനിച്ചിട്ടുള്ളത്. അഥവാ നമ്മൾ പറയുമല്ലോ എൻ്റെ പിതാവ്, അതാണ് പ്രധാനം. അത്തരത്തിലുള്ള ആ പിതാവ് മണ്ണോട് ചേർന്നിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. ആലോചിച്ച് നോക്ക്, ഏകദേശം ഒരു 3 കഴിഞ്ഞോ എന്ന് പോലും സംശയമാണ്. ആ സാഹചര്യത്തിൽ പോലും വ്ളോഗുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. നോക്കണോ, തൻ്റെ ഉപ്പാൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട്. അതോടൊപ്പം എന്താണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം? മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു പിതാവാണ് അങ്ങോട്ട് വേർപിരിഞ്ഞ് പോയിട്ടുള്ളത്. ആ കുടുംബത്തിലെ പ്രധാനിയായ അംഗം മാത്രമല്ല അത്. ഈ നൗഫലിൻ്റെ ജനന കാരണമായിട്ടുള്ള ഒരു പിതാവ്. ആ പിതാവിനോട് എത്ര കടമകൾ തീർത്താൽ തീരില്ല. ദുഃഖം കേവലം നമ്മൾ വാക്കുകളിൽ മാത്രം പറയേണ്ടതല്ല. ഒരു വ്ളോഗിലൂടെ മാത്രം ഇങ്ങനെ നമ്മൾ കണ്ണീരൊഴുക്കുക, മുതല കണ്ണീരൊഴുക്കുക, അല്ലെങ്കിൽ എനിക്ക് ഉപ്പയോട് വലിയ സ്നേഹമുണ്ടായിരുന്നു, വലിയ സങ്കടമുണ്ട് ഉപ്പയുടെ മരണത്തിൽ, എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു, ഇനി ഞാൻ എങ്ങനെയാണ് കഴിയുക, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്, മാത്രമല്ല ആ പുതിയ വീടുണ്ടാക്കിയിട്ട് അതിലേക്ക് കൊണ്ടുപോകാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വിലപിക്കുന്ന ആ വിഷമകരമായ രംഗങ്ങളൊക്കെ എല്ലാ ശ്രോതാക്കളും കണ്ടിട്ടുള്ളതാണ്. കണ്ണീര് തോന്നിപ്പോകും. പക്ഷേ അത്തരത്തിലുള്ള നമ്മൾ സാധാരണ ഈ മതത്തിലെ ഭൂരിപക്ഷം വിശ്വസിക്കുന്നതിനനുസരിച്ച് ഈ ആത്മാവ് 7 ദിവസം തങ്ങളുടെ ഉമ്മറത്തുണ്ടാകുന്ന പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോയ ആളുടെ റൂഹ് പെട്ടെന്ന് തന്നെ പെരേന്ന് പോകില്ല. 6 ദിവസം അവിടെ, പിന്നെ 6 ദിവസം കബറിങ്ങൽ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ റൂഹ് പോവുള്ളൂ എന്ന് വരെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും. എന്ന് പറഞ്ഞാൽ അത്രക്ക് ആ ആത്മാവ് ഇവിടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ആ റൂഹ് പോയിട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഫാമിലി വ്ളോഗർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നൗഫലിന് ഇത്രയും സിമ്പിളായിട്ട് വ്ളോഗുകൾ ചെയ്യാൻ കഴിയുന്നത്? നോക്കണം. അലമോളുടെ കഥ പറഞ്ഞിട്ട്, അതോടൊപ്പം വീടിൻ്റെ മറ്റു കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഉപ്പ പിരിഞ്ഞു പോയതിൻ്റെ ദുഃഖം. മാത്രമല്ല ഏതു മനുഷ്യരും ലോകത്ത് സ്വന്തം പിതാവല്ല വീട്ടിലത്തെ ഒരാളാണ് ആ പിരിഞ്ഞു പോയതെങ്കിൽ കേവലം ഒരു 15 ദിവസമെങ്കിലും എടുത്തിട്ടേ നമ്മൾ പുറത്തേക്ക് പോലും ഇറങ്ങുള്ളൂ. കാരണം അത് 3 ദിവസമാണ് ദുഃഖമെങ്കിൽ പോലും നമ്മൾ സാധാരണ രീതിയിൽ ഒരു 14 കഴിഞ്ഞ്, പിന്നീട് ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു 40 കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ മറ്റുള്ള ഒരു സന്തോഷ കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. ആ വീട്ടിൽ ഒരു കല്യാണം നടക്കണമെങ്കിലൊക്കെ 40 കഴിഞ്ഞാൽ പോരാ. മാത്രമല്ല ആ ഉമ്മ ഇപ്പോൾ ഇദ് ആചരിക്കുന്ന സമയമാണ്. എനിക്കറിയില്ല നൗഫലിൻ്റെ ഉമ്മ ഇദ് ആചരിക്കുന്നുണ്ടോ എന്ന്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇദ് ആചരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭാര്യ ഇദ് ആചരിച്ചാൽ ആ പരേതനായ ആത്മാവിന് മാഫിറത്ത് ലഭിക്കും, ആ വ്യക്തിക്ക് മാഫിറത്ത് ലഭിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഉമ്മ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച്, ആ സ്വർണം ധരിക്കാതെ, പട്ട് ധരിക്കാതെ, മറ്റു ആർഭാടങ്ങളിലൊന്നും ഇടപെടാതെ ആ ഉമ്മ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കുന്നതിനാണ്, അഥവാ മറഞ്ഞിരിക്കുക. ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചും ദിക്ർ ചൊല്ലിയും ഇരിക്കുക. ഇതാണ് അങ്ങനത്തെ ആ വീട്ടിലാണ് യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നത്. ഈ 3 കഴിഞ്ഞോ എന്ന് പോലും സംശയമെന്ന് ഞാൻ പറഞ്ഞത്. 3-നാണോ ഇനി 4-നാണോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ വ്ളോഗ് ചെയ്യുന്ന തിരക്കിലാണ്. എന്താ അപ്പോൾ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നൗഫലിൻ്റെ മാത്രം പ്രശ്നം പറയുകയല്ല, എല്ലാവരെ സംബന്ധിച്ചും പണമാണ് പ്രധാനം. അപ്പോൾ ഓരോ വ്ളോഗിനും ധാരാളം റീച്ചുണ്ട്. നമുക്കൊക്കെ കാണാൻ കഴിയും ആ ഫാമിലി വ്ളോഗർക്ക് 150K, 200K, അത് 300K, 500K ഇങ്ങനെ ആയിട്ട് വരികയാണ്. അപ്പോൾ അതിന് ധാരാളം പണം കിട്ടും. അപ്പോൾ കഴിയുന്ന അത്ര വ്ളോഗുകൾ അവർ സൃഷ്ടിക്കുന്നുണ്ട്. ആ വ്ളോഗിനൊക്കെ നല്ല റീച്ചുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊക്കെയാണ് 20 വ്യൂസും 30 വ്യൂസും നമ്മൾ വിമർശിക്കുന്നത് കൊണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടെ. പക്ഷേ നമ്മൾ സാത്വികമായിട്ടും ധാർമ്മികമായിട്ടും നമ്മുടെ റീച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഈ പറയുമ്പോൾ കുലിൽ ഹക്ക് ഒയിക്കാന മുറെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം കയ്പുണ്ടാകും.
ആലോചിച്ച് നോക്കണം. ആ സത്യത്തിന് കയ്പുണ്ട്, പക്ഷേ അത് പിന്നീട് മധുരിക്കും. അപ്പം നെല്ലിക്കൊക്കെ തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ സത്യം കൈപ്പേറിയതാണ്. അതാണ് കുലിൽ ഹക്ക്. എന്നാലും നിങ്ങൾ സത്യം പറയണം. ഓയിക്കാന മുറൻ, അള്ളാഹുവിൻ്റെ റസൂലായ ലോകഗുരു നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ പിതാവിനോടുള്ള കടമകൾ, ആ കുടുംബത്തോടുള്ള കടമകൾ എല്ലാം മറന്നുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം എന്ന് പറയുന്ന ആർഭാടത്തിലേക്ക് ആ വ്ളോഗുകൾ എങ്ങനെ തുടരാനാകുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ജാഷിയ എന്നു പേരായ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു, ഒരു യൂട്യൂബർ. ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അസുഖമായിട്ട് മരിച്ചതിന് ശേഷം അവളുടെ ഭർത്താവിന് അത്രയൊന്നും ഇത് ആചരിക്കേണ്ട അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ഭാര്യയാണ്. കേവലം ഒരു 7 ദിവസമോ 10 ദിവസമോ ഒക്കെ കഴിഞ്ഞാൽ അവന് വ്ളോഗ് ചെയ്യുകയോ മറ്റു രീതികളിലേക്ക് വരികയോ ഒക്കെ ചെയ്യാം. മാത്രമല്ല അവൻ വളരെ ദാരിദ്ര്യാവസ്ഥയിലുമുള്ളവനാണ്. പക്ഷേ അവൻ പോലും 40 ദിവസത്തോളം കാത്തു നിന്നതിന് ശേഷം ആലോചിച്ച് നോക്ക്, എന്നിട്ടാണ് അവൻ ഒരു വ്ളോഗ് തന്നെ തുടങ്ങിയത്. ഞാൻ അത്ഭുതം തോന്നുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇന്ന് കാണുന്ന ലോകത്ത് വെറും കൃത്രിമമായിട്ട് കണ്ണീരൊഴിക്കുക. ഏതാ, എൻ്റെ ഉപ്പാനെ കണ്ടില്ലേ, എൻ്റെ ഉപ്പയുടെ അവസ്ഥ കണ്ടില്ലേ, എൻ്റെ ഉപ്പയുടെ അവസ്ഥ, ഉപ്പ സുഖമില്ലാതായതിനു ശേഷം ഉമ്മയുടെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾ ഇനി എങ്ങനെയാണ് ആ പുതിയ പേരയിലേക്ക് പോണത്, ഇനി എന്താ ഞങ്ങളുടെ സ്ഥിതി, ആ ഉപ്പയില്ലാത്ത ഒരു വീട് എന്തുമാത്രം സങ്കടകരമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഒരൊറ്റ കമൻറ്റ് ഞാൻ നോക്കി, ആ ഉപ്പ മരിച്ചതിന് ശേഷം നൗഫൽ ചെയ്ത വ്ളോഗുകളിലൊക്കെ ആ കമൻറ്റുകളൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കി. നഹൂദ് ബില്ലാ, വല്ലാത്ത സംഭവമാണ്. ഒരിക്കലും ഒരൊറ്റ വ്യക്തി പോലും ഒരു നെഗറ്റീവായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. നൗഫലെ, നിങ്ങൾ ഉപ്പ മരിച്ചിട്ടൊരു 3-4 ദിവസം പോലും ആയിട്ടില്ലല്ലോ, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ക്രൂരന്മാരാവാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ചെയ്തോളൂ. അതുവരെ കിട്ടുന്ന ഒരു ലാഭം എത്ര വ്ളോഗിന് എത്ര കിട്ടിയാലും ഇനി നിങ്ങൾക്ക് ഒരു 15 ദിവസത്തേക്ക് ഓരോ ദിവസം കണ്ട് ഒരു 10,000 ഉറുപ്പിക കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഒരു 1.5-2 ലക്ഷം ഉറുപ്പികയാണ് കിട്ടുന്നത്. ആ 2 ലക്ഷം ഉറുപ്പിക അത് ഉപ്പാക്ക് എന്തിനാണ്? നിങ്ങളൊന്ന് മാറ്റി വെക്കൂ. അത് ഒരു സ്വന്തം പിതാവിന് വേണ്ടി നമ്മൾ കോടികൾ കൊടുക്കാൻ തയ്യാറാകുന്നവരാണ്. അപ്പോൾ നാട്ടുകാരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഈ നൗഫൽ ഇപ്പോൾ ചെയ്തത് എന്ന് പറയാതെ വയ്യ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒഴുക്കിനോടൊപ്പം പോവുക എന്നത് എല്ലാ കാലത്തും മനുഷ്യന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നൗഫൽ ചെയ്യുന്ന വ്ളോഗുകളിലൊന്നും തന്നെ ആ നൗഫലിനോട് ഒരു കമൻറ്റ്, ഒരു ഉപദേശ രീതിയിലുള്ള ഒരു ഗുരുവായിക്കൊണ്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല. ഇതുവരെയും ഗുണദോഷിച്ചുകൊണ്ട് കമൻറ്റുകളില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു വ്യക്തി വേർപെട്ട് പോയിട്ട് ആ ദുഃഖം പോലും രേഖപ്പെടുത്താൻ ഈ രീതിയിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അതാണ് പഴയ കാലത്ത് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒഴുക്കിനൊപ്പം പോവുക എന്നത് എളുപ്പമാണ്, പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ് പ്രധാനം. എന്തുകൊണ്ടെന്നാൽ വലിയ വലിയ കാട്ടാന പോലും ചത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴുക്കിനോടൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കാട്ടാനയാണ്, സിംഹമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവനില്ലല്ലോ. ജീവനില്ലാത്ത എന്ത് സാധനമായാലും അത് വലിയ ജീവനുള്ള കാലത്ത് വലിയ ഗൗരവവും ഭയങ്കര ഗർജനവും ഒക്കെ കാണിച്ചിരുന്നെങ്കിലും അത് ചത്തുപോയപ്പോൾ ഇപ്പം എന്താണ്, ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവനുള്ള പരൽ മീനുകളെ നമുക്ക് കാണാൻ കഴിയും. ഒഴുക്കിന് എതിരെ അതിങ്ങനെ നീന്തി നിൽക്കുന്നത് നമ്മൾക്ക് ഈ തോടുകളിലും പുഴകളിലും ഒക്കെ ചെന്ന് നോക്കിയാൽ ആ പരൽ മീനുകൾ വെള്ളത്തിൻ്റെ ഒഴുക്കിന് എതിരെ ഇങ്ങനെ നീന്തുന്നത് കാണാം. അതൊരു വലിയ സന്ദേശമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് കണ്ണ് മറഞ്ഞു പോയിട്ടുള്ളൂ ഈ ഉപ്പ. ആ ഉപ്പ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ മക്കൾക്കാണ്. ചെറിയ കൂരയാണെങ്കിലും അതൊക്കെ ഈ സങ്കടത്തിലൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 ദിവസമെങ്കിലും വ്ളോഗ് ചെയ്യാതെ ഇരിക്കണമായിരുന്നു ഈ നൗഫലും കുടുംബവും. വളരെ ദൈവികമായ ഒരു പ്രാർത്ഥനയിലും ഉപ്പാക്ക് വേണ്ട മാഫിറത്തിന് വേണ്ടിയും അവിടെ പാരത്രിക ഗുണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയായിരുന്നു വേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വീണ്ടും വ്ളോഗുകൾ ചെയ്യുന്നതായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി എന്ന് ഞാൻ പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഭൗതിക ജീവിതത്തിൻ്റെ മനുഷ്യനുള്ള ആർത്തി അവിടെ ആരായാലും വേണ്ടില്ല. ആര് തന്നെ സ്വന്തം അവിടെ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് യാതൊരു ആത്മാർത്ഥതയും കൂറുമൊന്നുമില്ലാതെ വെറുതെ എങ്കിലും കുറേ അടിയന്തരം വെച്ച് കഴിക്കുക. എന്നിട്ട് കുറേ ആളുകൾക്ക് എന്താ പറയുക, ഇനി അടിയന്തരം വരാനുണ്ട്, ഇന്ന് ഇത് ഞങ്ങളുടെ 7 കഴിഞ്ഞു, ഞങ്ങളുടെ 3 കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ഉപ്പാൻ്റെ കഥയായി പറഞ്ഞത്. ഉപ്പാൻ്റെ ഈ ഭക്ഷണം കഴിക്കുന്ന സംഭവത്തിൻ്റെ രുചിയെക്കുറിച്ചും അതിൻ്റെ ആർഭാടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഞങ്ങളുടെ 3 കഴിഞ്ഞു ഉപ്പാൻ്റെ, ഇപ്പോൾ 7 കഴിഞ്ഞു ഉപ്പാൻ്റെ, ഇനി 14 അടിയന്തരം വരുന്നു, പിന്നെ 40 വരുന്നു. അന്ന് വലിയ ജോറാക്കും, കേമമാക്കും, മുസ്ലിംമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി വലിയ സദ്യ നടത്തും, കുറേ ആളുകൾക്ക് അന്നം വിളമ്പും. ഇതിനേക്കാളൊക്കെ വലുതാണോ നൗഫലെ ഈ പറയുന്ന ഒരു 10-15 ദിവസമെങ്കിലും നീ വ്ളോഗെങ്കിലും ചെയ്യാതെ നിൻ്റെ ഉപ്പയോട്
ഒരു എന്താ പറയുക, ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദുഃഖാചരണമായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.